ഈ വാഹനം വരുന്നത് 5,85,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 5,85 ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. അതെ, ഓക്കെ. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും അല്ലെ? അതെ. വണ്ടി ക്വാളിറ്റി ഷോറൂം കണ്ടീഷനുള്ള ഒരു വാഹനം. അതെ, കമ്പനി വാറണ്ടി നിൽക്കുന്ന വാഹനം. ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് CNG വരുന്ന വാഹനം. പെട്രോൾ CNG അല്ലെ? 2024 മോഡലില് 1 വർഷത്തിനടുത്താവുന്നു പഴക്കം. 23,000 കിലോമീറ്റർ ഓടിയ വാഹനം. ആകെ 23 ഓടിയിട്ടുള്ളൂ? അതെ തന്നെ. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് CNG ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇത് സാധാരണ പെട്രോളിലേറെ ഒരു 10 കിലോമീറ്റർ അധികം കിട്ടുന്ന അല്ലേ? ഓക്കെ. ഇത് ഓപ്ഷന് LX ആണ് ഓപ്ഷൻ. ഉണ്ടാവും അതിന്? സർവീസ് മുഴുവനായിട്ടില്ല, പഴയ വണ്ടി അല്ല, പുറത്ത് ലാസ്റ്റിലെ കുറച്ചുണ്ടാവും. എന്തായാലും ഒരു കണ്ണിച്ച് മീറ്റ് എടുക്കാൻ പറ്റിയിട്ട് വാങ്ങണം. നിലവിൽ പെൻഡിംഗ് ആയിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് റീടെസ്റ്റും ചെയ്താണ്. ഇനി 5 വർഷത്തെ പുതിയ പേപ്പറും ഉണ്ടാവും. 2025 റീടെസ്റ്റ് കഴിഞ്ഞാൽ സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. സൺറൂഫ് എല്ലാം. ഇത് എത്ര? ഇത് 7,40,000 രൂപ. 7,40,000 ഒരു BMW. ഒരു BMW 3C മോഡൽസ് നല്ലൊരു ആപ്പ് ഉണ്ട് നമുക്ക്. നമ്മളെ ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോട്ടോസ്, അതിന്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങൾ, കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ടാവും. അതിൽ പറയുന്ന പ്രൈസ് തന്നെ ആയിരിക്കും? ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം. ഇവിടെ ഏകദേശം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടികളാണ് ചെയ്യാറ്. കൂടുതലും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. ഓക്കെ. അപ്പൊ വാറന്റി ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അധികം വണ്ടികൾ കമ്പനി വാറന്റി അല്ലാതെ നിങ്ങളെ വാറന്റി? ഏകദേശം ഒരു 2017 മുതലുള്ള വണ്ടികൾക്ക് നമുക്ക് വേറെ പ്രൈവറ്റ് ടീമിനായിട്ട് ടൈപ്പ് ആയിട്ട് 1 വർഷത്തെ വാറന്റി എടുത്തു കൊടുക്കാം അല്ലേ? ഏറ്റവും മോഡൽ കുറഞ്ഞതിന് ചെയ്യാൻ പറ്റില്ല. 17 മുതൽ മുകൾക്കല്ല. 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല തീ പാറുന്ന 1.5 കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ് കേട്ടോ, വലിയ ഷോറൂമാണ്. എന്താ നിങ്ങളുടെ ഷോറൂമിന്റെ പേര്? HM മോട്ടോഴ്സ് ആണ് കേട്ടോ. ഇവിടെ എല്ലാത്തരം വെഹിക്കിൾസ് ഉണ്ട്. അതായത് സാധാരണക്കാർക്ക് പറ്റിയ ഏകദേശം 50,000 തൊട്ടല്ലേ ഇവിടെ വണ്ടികൾ? 50,000 മുതൽ 50 ലക്ഷം വരെ 50 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. റിച്ച് ടീമിന് പറ്റിയ ഓഡി, ബെൻസ്, BMW എന്നിങ്ങനെ കാറുകൾ വേറെ ഉണ്ട്. അതുപോലെ തന്നെ മഹീന്ദ്രന്റെ താർ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, പിന്നെ ടാറ്റന്റെ ഹാരിയർ ഉണ്ട് കേട്ടോ, EV വെഹിക്കിൾ ഉണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ എർട്ടിക 2-3 പീസ് ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവയും ഉണ്ട് അല്ലെ? എല്ലാത്തരം വാഹനങ്ങളുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ മാനേജറാണ്, അഷിംബായ് ആണ്. അഷിംബായ് എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? കച്ചവടം നിങ്ങൾ 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് 40ഓളം വണ്ടികൾ സ്റ്റോക്കുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ 7 സീറ്റർ വണ്ടികൾ, അതുപോലെ തന്നെ SUV ടൈപ്പ് സെഡാൻ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ, അതായത് ചെറുവണ്ടികൾ, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് എങ്ങനെ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കടുത്താണ്. മഞ്ചേരിന്ന് അരീക്കോട് വയനാട് പോകുന്ന റോഡിൽ ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. പ്രോപ്പർ പ്ലേസ് നെയിം പറഞ്ഞത് കളത്തുംപടി എന്ന് പറയും. കളത്തുംപടി അല്ല. അപ്പൊ നമ്മള് കൂടുതൽ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് 7 സീറ്റർ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലെ? അതെ. ഒരു മാരുതിന്റെ XL6 ആണ്. ഇത് മോഡൽ എത്രയാണ്? 2022 മോഡൽ വാഹനം. ആകെ 11,000 കിലോമീറ്റർ മാത്രം ഓടി. വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ് അല്ലെ? ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇത് കമ്പനി വാറന്റി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? കമ്പനി വാറന്റി നിൽക്കുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഇത് എത്ര നിങ്ങള് ആസ്ക്? ഇത് 12,25,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 12,25,000. അത് നമുക്ക് നെഗോഷ്യബിൾ ആണ് അല്ലേ? മാക്സിമം വില കുറച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓൺ റോഡ് എത്ര വരുന്നുണ്ട് പുതിയതിന്? ഏകദേശം ഒരു 14 സംതിങ് ആ റേഞ്ചിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇത് എത്ര സീറ്റാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്? വരുന്ന വണ്ടിയാണിത്. 6 സീറ്റർ ആയിട്ട് വരുന്ന 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം അല്ല? RC-ല് 6 സീറ്റാണ് അല്ല? ഓക്കെ. നെഗോഷ്യബിൾ അല്ലേ? നിങ്ങൾ ചോദിച്ച കൊടുക്കൂലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ കാണിച്ചു കൊടുക്കാം അല്ലെ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL10 മലപ്പുറം റൈസനിലാണ് നിൽക്കുന്നത്. ഓട്ടോമാറ്റിക് വാഹനം, 2022 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്, 2022 മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് ഓപ്ഷൻ വരുന്നേതാ? ഇത് GX ഓപ്ഷൻ ആണ്. GX ഓട്ടോമാറ്റിക് ആണ് അല്ലെ? ഓക്കെ. എത്ര ഓട്ടോ ഉള്ള വണ്ടി? 38,000 കിലോമീറ്റർ ഓടി. ആകെ 38 ഓടി. ഓക്കെ. സർവീസും കമ്പനി വാറന്റി എല്ലാം ഉള്ള വണ്ടി. നല്ല ആലുവ കഷ്ണം പോലത്തെ വണ്ടിയല്ലേ? അതെ. ഓക്കെ. ഇത് നിങ്ങള് എത്ര ചോദിക്കുന്നത്? ഈ വാഹനം ആകുമ്പോ 24 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 24 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. GX ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക് 22 മോഡൽ. ഓക്കെ. ഇത് കമ്പനി വാറന്റിക്കോ ഓൾറെഡി? ഓക്കെ.
നെഗോഷ്യബിൾ ആണ്, മാക്സിമം വില കറക്റ്റ് കുറച്ച് കൊടുക്കും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ കാണിച്ചു കൊടുക്കല. ഇത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന ക്രിസ്റ്റ. അതെ അതെ, ഇത് ഡബിൾ ടോൺ കളർ. കമ്പനി ഡുവൽ ടോൺ വരുന്ന RC-ലൊക്കെ ഡുവൽ ടോൺ ഉള്ള തന്നെ ലീഡർഷിപ്പ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഒക്കെ എക്സ്ട്രാ ചെയ്തതാ, എക്സ്ട്രാ ചെയ്തതായിരിക്കും. എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ, 360 ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. ശരിക്കും ബോഡി നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുന്ന കംപ്ലീറ്റ് കിറ്റ് ഈ വണ്ടിയിലുണ്ടാവും. കിറ്റ് ഒക്കെ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ കിറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. മാനുവൽ വാഹനമാണ്. 2020 മോഡലാണ്. 70 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയത്. 20 മോഡലാണ്. 20 മോഡൽ. എത്ര ഓട്ടോ? 78,000 കിലോമീറ്റർ ഓടിയുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് അപ്പൊ നിൽക്കുന്നല്ല. ഓക്കെ, വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര നിങ്ങള് ചോദ്യം? ഈ വാഹനം ആകുമ്പോ 21,75 നമ്മൾ ചോദിക്കുന്നത്. അതിന് വ്യത്യാസം വരുത്തി കൊടുക്കും. ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവലാണ്. ഓക്കെ, എന്തായാലും വില കുറച്ച് കൊടുക്കും. വ്യത്യാസം വരും. ഓക്കെ, ഇതൊക്കെ എത്ര പൈസ കറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 3 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. ഇവിടെ ഒരു ഒറിജിനൽ കേരള ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇവിടെ കേരള വണ്ടി മാത്രമല്ലേ ഉള്ളൂ? റീവണ്ടി ഉണ്ടോ? റീവണ്ടികള് കുറച്ചുണ്ട്, 1-2 വണ്ടികളുണ്ട്. ഓക്കെ, ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. 2019 അതെ, 2019 മോഡല്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം 67,000 കിലോമീറ്റർ ഓടിയുണ്ട്. ചെറിയ ഓട്ടോ ആണ് ഇത്. എക്സ്ട്രാ ലക്സസിൻ ടൈപ്പ് ബമ്പർ ചെയ്താട്ടോ. എക്സ്ട്രാ കിറ്റ് ആണ് അല്ലേ? കിറ്റ് ചെയ്താണ്. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അതുപോലെ ബാക്ക് ബമ്പറിലെ ഒരു ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. തന്നെ ഇത് ഇൻഷുറൻസ് ഒക്കെ? ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? ഫുൾ ആണല്ലേ? ഓക്കെ, എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഫുൾ സെറ്റ് ആണ് കേട്ടോ വണ്ടി. ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 37 ലക്ഷം രൂപയാണ്. 37 ലക്ഷം ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അതെ അതെ, മാക്സിമം വില കുറച്ച് കൊടുക്കും. പിന്നെ ഇതൊക്കെ എത്ര പൈസ? സർവീസോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ്. ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടി. ക്ലെയിമും ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനം. നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾസ്. അപ്പോ വാഹനം വിളിച്ചോ. കാറ് ഇത് എങ്ങനെയാണ് ബോസ്? ഇത് 2023 മോഡലില് ഡീസലില് ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 4 വീൽ ഡ്രൈവ് ആണ്. ഓക്കെ, 4 വീൽ ഡ്രൈവ് ആണ്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഹെഡ്ലൈറ്റ് അങ്ങനെ കുറച്ച് ഗ്രില്ലൊക്കെ എക്സ്ട്രാ ചെയ്താണ് അല്ലേ? അതെ. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്തിരിക്കണം ഉള്ളില്? വേറെ ഇല്ല, മെയിൻ ആയിട്ട് ഈ പുറമേക്ക് കാണുന്ന വർക്കുകളാണ് എക്സ്ട്രാ ചെയ്തത്. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഈ വാഹനം 50,000 കിലോമീറ്റർ. 50 ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ? ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ആണ്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? നമ്മൾ ചോദിക്കുന്നത് 18 ലക്ഷം രൂപയാണ്. 18 ലക്ഷം രൂപ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അതെ, അതായത് ഈ ഓട്ടോമാറ്റിക്കല് ഡീസൽ വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് ആണ്. ഓൺ റോഡ് എത്ര വരുന്നുണ്ടാവും? വാഹനം ഏകദേശം 21 സംതിങ്ങില് വരുന്നത്. അത്ര വരുന്നുണ്ട് അല്ലേ? ഇത് 5 സീറ്റ് വണ്ടി അല്ലേ? അതെ. ഓക്കെ, വില നെഗോഷ്യബിൾ അല്ലേ? കുറച്ച് കൊടുക്കൂലേ? അതെ. ഓക്കെ, അത് വേണം വിളിച്ചോ. GLA 200 അല്ലേ? 200. ഓക്കെ, ഇതെങ്ങനെയാണ്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡല്. റീ രജിസ്റ്റേർഡ് ആണ്. റീവണ്ടിയാണ്. നമ്പർ ആയതാണ്. ഓക്കെ, 94,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയുള്ളത്. സർവീസോ കാര്യങ്ങളെല്ലാം ഉള്ള കമ്പനിയുള്ള വണ്ടി. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഇത് ഓട്ടോ ജെന്യുവിൻ ആയിരിക്കും അല്ലേ? അതെ. ഇതൊക്കെ അവിടെ പിന്നെ ടാക്സ് ഒന്നും ഓടാനില്ലല്ലോ അല്ലേ? അതെ. ഓക്കെ, ഇത് ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ടാവും? ഇൻഷുർ എല്ലാം ഉണ്ടല്ലേ? അത് ഏതൊരു വാഹനമാണെങ്കിലും. അല്ല, അങ്ങനല്ല, പുതുക്കാനായിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ഇനി ഇപ്പോ അടുത്തായിട്ടുണ്ടെങ്കിൽ 1 മാസം ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റേറ്റിലും വ്യത്യാസം വരും. നിങ്ങൾ അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് അല്ലേ? ഓക്കെ, ഇത് എത്ര ആസ്ക്? ഇതാവുമ്പോ 17 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 17 ആണ്. 17 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. വോക്സ്വാഗന്റെ പോളോ, ഒരു റെഡ് കളറിൽ വരുന്ന ഒരു വാഹനം. പോളോ GT ആണത്. GT ആണല്ലേ? ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര മോഡലാ? 2021 മോഡല്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്ന വണ്ടി തന്നെ. ഓക്കെ, നിലവിൽ 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി വാറന്റി നിൽക്കുന്ന വാഹനം തന്നെയാണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ആണ്. ക്ലെയിം റീപ്ലേസ് കാര്യങ്ങളുണ്ടോ? നല്ല ക്വാളിറ്റി പറ്റില്ല. എത്ര കൊടുക്കരുത്? ഇതാവുമ്പോ 9,75,000 രൂപയാണ് ചോദിക്കുന്നത്. ചോദ്യം
കുറച്ച് കൊടുക്കും അല്ലെ? അതെ. ഒരു പുത്തൻ ക്രെട്ട നമുക്ക് നോക്കാം. ഇത് ഡീസലാ? ഡീസൽ വണ്ടി, മാനുവൽ വണ്ടിയാണ്, ഡീസലാണ്. ഇത് 2021 മോഡല്. ഫുൾ ഓപ്ഷൻ നേരെ താഴെ 1.5 SX ആണ് ഓപ്ഷൻ. SX ആണ് ഓപ്ഷൻ വരുന്നത്. നിലവിൽ 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. എയർ ബാഗ് ഒക്കെ എത്ര വരുന്നുണ്ട്? എങ്ങനെ എയർ ബാഗ് എത്ര വരുന്നുണ്ട്? എയർ ബാഗ് ഇതിൽ രണ്ടെണ്ണം വരുന്നുള്ളൂ അല്ലേ? ഇത് 1.5 അല്ലേ? 1.5. ഓക്കെ. ഇത് എന്തൊക്കെ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ. ഇത് എത്ര നിങ്ങള് ചോദ്യം? ഇതാവുമ്പോ 15,40,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണല്ലേ? അതെ, സിംഗിൾ ഓണർ ആണ്. ഗ്രാൻഡ് വിറ്റാര ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ബോസേ? ഇത് 2024 മോഡൽ വാഹനം. 24 ഏകദേശം ഒരു വർഷം ആവുന്നേ ഉള്ളൂ. കമ്പനി വാറന്റി നിൽക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ്. ഓക്കെ, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് അല്ല ഓപ്ഷൻ തന്നെ. അതെ, എല്ലാം വരുന്നത് സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ എല്ലാം എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ. പിന്നെ ഈ ഗ്രാൻഡ് വിറ്റാറിനെ പറ്റി അറിയുന്ന ആൾക്കൊക്കെ അറിയാം. ഡീസൽ അല്ല, പെട്രോൾ വെഹിക്കിൾ ആണ്. ഇത് എത്ര നിങ്ങള് ആസ്ക്? ഇതാവുമ്പോ 21,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു വർഷത്തിനടുത്താവുന്നുള്ളൂ. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലേ? ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് കൊടുക്കും. അതെ. ഓക്കെ, അപ്പൊ ബാണം പിടിച്ചോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ, 2022 മോഡല് ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ? VXI ഓട്ടോമാറ്റിക്. ആകെ 14,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 14 ഓടിയിട്ടുള്ളൂ. അതെ, തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,60,000 രൂപയാണ്. 7,60,000 ചോദിക്കുന്ന റേറ്റ് ഇല്ല, നെഗോഷ്യബിൾ ആണല്ലേ? അതെ. ഓട്ടോമാറ്റിക് മാക്സിമം ഓൺ റോഡൊക്കെ 10 മേലെ വരുന്നില്ലേ? ഇല്ല, ഇത് ഏകദേശം ഒരു 9 സംതിങ് വരുന്നുണ്ടല്ലേ? ഓക്കെ, എന്തായാലും ഇവിടുന്ന് എടുക്കുന്ന ആൾക്ക് 2 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. അതെ അല്ലെ? പിന്നെ ഇപ്പൊ വരുന്ന വാഹനം വ്യത്യാസമുണ്ട്, എഞ്ചിനെല്ലാം മാറിയിട്ടുണ്ട്. പോളോ ആണ്. ഇതെങ്ങനെയാണ്? ഇതും പോളോ GT തന്നെയാണ്. DSG ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡല്. 15 മോഡലാണ്. 90,000 കിലോമീറ്റർ ഓടിയ. 90,000 ഓടിയിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല ക്വാളിറ്റി വെഹിക്കിൾ അല്ലേ? അതെ. ഇത് എത്ര നിങ്ങൾ? ഇത് 6.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 650 ആണ്. അതെ. ഓക്കെ, വില കുറച്ച്. DST വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് തന്നെ. അത്യാവശ്യം റയർ പീസാണ്. അല്ലേ? അങ്ങനെ മാർക്കറ്റിൽ അവിടെ കിട്ടൂല. അതെ, ഡിമാൻഡ് ഉള്ള. ഓക്കെ. ഇവിടെ ഒരു എർട്ടിഗന്റെ ഒരു കോപ്പി ടൊയോറ്റന്റെ ഒരു വാഹനമാണ്. റോമിയോ അല്ല? ഇത് തന്നെയാണ്. എർട്ടിഗ തന്നെ സംഭവം. റോമിയോ എന്നുള്ള പേരിലാണ് വരുന്നത്. സംഭവം എർട്ടിഗ തന്നെ, സെയിം തന്നെ. ടൊയോറ്റ ചെയ്യുമ്പോ അതെ, ചെറിയ ഫ്രണ്ട് ബമ്പറിലും ആ ഒരു ബാഡ്ജിങ്ങിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ. ഇത് മോഡലൊക്കെ 2023 മോഡലാണ്. രജിസ്ട്രേഷൻ വരുന്നത് 24 റേസ് ഉണ്ട് അല്ലെ? ആകെ 6,500 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് വാഹനം. 6,500 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് വാഹനമാണ്. നിലവിലെ കമ്പനി വാറന്റി ഉണ്ട്. സർവീസ് എല്ലാം പ്രോപ്പർ കമ്പനി തന്നെയാണ്, ക്ലെയിമോ ഒന്നുമില്ല. ഓക്കെ, പുതിയ വാഹനം പർച്ചേസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും തന്നെ. പുതിയത് ഏകദേശം 14,90,000 രൂപ വരുന്ന വാഹനമാണ്. നിങ്ങൾ ഇതിന് ചോദിക്കുന്നത് 12 ലക്ഷം രൂപയാണ്. അതെ, നിങ്ങൾ പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കൂല്ലേ? അതെ. വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കി അതേപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം അല്ലെ? അതെ, അത്രയും പൊട്ട വണ്ടിയാണ്. അതെ. അപ്പൊ പാടാൻ വിളിച്ചോ. ഇവിടെ ഒരു ഹോണ്ടയുടെ ക്രെറ്റ അല്ല, 2018 മോഡല് പെട്രോൾ വാഹനമാണ്. 18 മോഡല് പെട്രോൾ ആണ്. ഏതാ ഓപ്ഷൻ? 1.6 SX ആണ് ഓപ്ഷനിൽ വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്? സൺറൂഫ് ഇല്ല, SX ഓപ്ഷനിൽ മാത്രമേ സൺറൂഫ് വരുന്നുള്ളൂ. തന്നെ. ഓക്കെ, ആണ്. 81,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഐസ്റ്ററൊക്കെയുള്ള വണ്ടി അല്ലേ? ഓക്കെ. ഇത് കേൽപ്പത്തിലാണ് വണ്ടി നിൽക്കുന്നത്. റേസറാണ്. ഇത് എത്രയാണ് ആസ്ക്? ഈ വാഹനത്തിന് 8,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 850 ചോദിക്കുന്നു. ഓക്കെ, വില കുറച്ച് കൊടുക്കും അല്ലെ? അതെ. ഓക്കെ, വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം പൊട്ടിച്ചു തരും കേട്ടോ. ഒരു പുലിമുരുകനെ പരിചയപ്പെടാം. ടാറ്റന്റെ ഹാരിയർ ആണ്. ഇതെങ്ങനെയാണ്? 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ഡാർക്ക് എഡിഷൻ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ. 47,000 കിലോമീറ്റർ ഓടിയ വാഹനം, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കേരള വണ്ടി തന്നെ അല്ലേ? കേരള സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഓക്കെ, വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. അതെ, കറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപ. 1750 ചോദിക്കുന്നുണ്ട്. അതെ, നെഗോഷ്യബിൾ ആണല്ലേ? അതെ. ഇതൊക്കെ എത്ര പൈസ ആണ്? ഇതൊക്കെ എത്ര പൈസ കൊണ്ട് വർക്കാണ്?
ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ, സീറ്റ് വെന്റിലേഷന്, പിന്നെ സൺറൂഫ് കാര്യങ്ങള്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, എല്ലാ സെറ്റപ്പും ഉള്ള ഒരു വാഹനം. ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഡാർക്ക് എഡിഷൻ ഹോണ്ടന്റെ ജാസ് ആണ് ഇത്. എങ്ങനെയാണ് ബോസ്? ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക്, അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ. 2020 മോഡല് BX പറഞ്ഞ ഓപ്ഷനില് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ, ഓട്ടോക്കെ 53,000 കിലോമീറ്റർ ഓടിയ 53 ഓടിയിട്ടുള്ളൂ അല്ലെ. ഓക്കെ, സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ ചോദിക്കുന്നത് 7,25,000 രൂപ. 7,25 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെ, ഇത് ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനിയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വാഹനം, കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനം. ഓക്കെ, ഓപ്ഷൻ വരുന്നത്. കീലെസ് എൻട്രി, ഓട്ടോ സ്റ്റാർട്ട്, അതുപോലെ തന്നെ അലോയ് വീൽസ്, പാഡൽ ഷിഫ്റ്റ്, ഓക്കെ, ഓട്ടോമാറ്റിക് AC, ഓക്കെ, കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന മ്യൂസിക് സിസ്റ്റം എല്ലാം വരും. എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെ, ഓക്കെ. അപ്പൊ നെഗോഷ്യബിൾ ആണ്, മാക്സിമം വില പൊടിച്ചു കൊടുക്കും. ഇതൊക്കെ ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ? അപ്പൊ ബാണം വിളിച്ചോ. വിറ്റാര ബ്രസ, ഇത് എങ്ങനെയാണ്? ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് CNG വരുന്ന വാഹനം. പെട്രോൾ CNG അല്ലേ? 2024 മോഡലില് 1 വർഷത്തിനടുത്താവുന്നു പഴക്കം. ഓക്കെ, 23,000 കിലോമീറ്റർ ഓടിയ വാഹനം. ആകെ 23 ഓടിയിട്ടുള്ളൂ? അതെ തന്നെ. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് CNG ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇത് സാധാരണ പെട്രോളിലേറെ ഒരു 10 കിലോമീറ്റർ അധികം കിട്ടും അല്ലേ? ഓക്കെ, ഇത് ഓപ്ഷന് LX ആണ് ഓപ്ഷൻ. ഓക്കെ, എന്തൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ്? 4 ഡോർ പവർ വിൻഡോ, പിന്നെ ആ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ. സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവറിന് ശരിയുള്ളത്. റീപ്ലേസ് ഒന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, എത്ര റേറ്റ്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലേ? അതെ. ഓക്കെ, മാക്സിമം വില കുറച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. ഇവിടെ ഒരു ഒറിജിനൽ കേരള BMW ന്റെ 3 സീരീസ് 2010 മോഡലാണ്. ഓക്കെ, ഇത് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് 10 ഓക്കെ, കേരള വാഹനമാണ്. മോഡൽ കുറഞ്ഞ ഒരു വാഹനം അല്ലെ? ചെറിയ ബഡ്ജറ്റിൽ ഒരു BM ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ. അതെ. ഓക്കെ, ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും വണ്ടി ക്വാളിറ്റി ആണ്. ക്ലൈമോ റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇത് ഭാഗത്ത് കാണിച്ചു കൊടുക്കല. ഓക്കെ, എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഇതിൽ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 90,000 കിലോ. 90. ഓക്കെ, എന്തൊക്കെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് വണ്ടിയല്ല, നല്ല വണ്ടിയല്ലേ? ഈ സർവീസ് ഒക്കെ ഉണ്ടാവും അതിന്? സർവീസ് മുഴുവനായിട്ടില്ല, പഴയ വണ്ടിയല്ല. ലാസ്റ്റിലെ കുറച്ചുണ്ടാവും. എന്തായാലും ഒരു കണ്ണിച്ച് മീറ്റ് എടുക്കാൻ പറ്റിയിട്ട് വാങ്ങണം. നിലവിൽ പെൻഡിംഗ് ആയിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് റീടെസ്റ്റും ചെയ്താണ്. ഇനി 5 വർഷത്തെ പുതിയ പേപ്പറും ഉണ്ടാവും. 2025 റീടെസ്റ്റ് കഴിഞ്ഞാൽ സൺറൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ? സൺറൂഫ് എല്ലാം. ഇത് എത്ര? ഇത് 7,40,000 രൂപ. 7,40,000 ഒരു BMW. ഒരു BMW 3 സീറ്റ്. ഒരു വാഗനർ നോക്കാം. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2021 മോഡല് 1.2 BXI മാനുവൽ ആണ്. BXI മാനുവൽ വണ്ടി അല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.2. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 14,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. 14 ഓടിയിട്ടുള്ളൂ? അതെ, തന്നെ. കമ്പനി തന്നെ വാറന്റി സർവീസ് എല്ലാം ഉള്ളതാണ്. ഒക്കെ ഉള്ളതാണല്ലോ. എത്ര ലാസ്റ്റ്? ഈ വാഹനം വരുന്നത് 5,85,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 5,85 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ, മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും അല്ലേ? അതെ. വണ്ടി ക്വാളിറ്റി കണ്ടീഷനുള്ള ഒരു വാഹനം. അതെ, കമ്പനി വാറന്റി നിൽക്കുന്ന വാഹനം. ഓക്കെ, അപ്പൊ പണം വിളിച്ചോ.